ഹേ ഗായ്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷൂവിന്റെ സോളോ പാർട്ടാണ്. വീഡിയോ ലോങ് ആക്കാണ്ട് പാറ്റേൺസ് മാത്രമേ ഉള്ളൂ, ക്ലിപ്സ് കുറവാട്ടോ. പാറ്റേൺ ഫോളോ ചെയ്യാം. അപ്പൊ 4.5 ഹുക്ക് സൈസ് ഹൂക്കും അതുപോലെ 4 പ്ലൈ ആണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് 28 ചെയിൻ ഇടാ. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 28 ചെയിൻ ഇടാ. അപ്പോ ഇത് ഞാൻ എൻ്റെ ഒരു അളവിൽ എടുക്കുന്നതാണ്. പിന്നെ ഇതൊരു എന്താ പറയാ, അത്യാവശ്യം വീതിയും നീളമുള്ള ഒരു പേഴ്സണ് വേണ്ടിയിട്ട് ഒരു നമ്മുടെ അമ്മമാർക്കോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവാണിത്. അപ്പോ ചെറിയ പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു അളവെടുക്കരുത്, അതനുസരിച്ച് അളവ് മാറ്റാം. അതിനുശേഷം റൗണ്ട് 1 ചെയ്യുക. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റിച്ചില് ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ 18 സ്റ്റിച്ചില് ഓരോ സിംഗിൾ ക്രോഷ് വീതം വെച്ച് ചെയ്യുക. ദെൻ അതിനുശേഷം 3 സ്റ്റിച്ചില് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ 4 സ്റ്റിച്ചില് 4 ഓരോ ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ 7 ഡബിൾ ക്രോഷ് ഇൻ ദ ലാസ്റ്റ് 1 ചെയ്യും. ഒരു സൈഡാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു സൈഡിന് ലാസ്റ്റ് ഒരു സ്റ്റിച്ചില് 7 ഡബിൾ ക്രോഷ് ആണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ അതർ സൈഡ് ആണ് ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചില് 4 ഡബിൾ ക്രോഷ് ചെയ്യുക. 4 സ്റ്റിച്ചില് ഓരോ ഡബിൾ ക്രോഷ് വെച്ച് ചെയ്യുക. ദെൻ 3 സ്റ്റിച്ചില് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് വീതം ചെയ്യുക. ദെൻ 19 സ്റ്റിച്ചില് ഓരോ സിംഗിൾ ക്രോഷ് വീതം വെച്ച് ചെയ്യുക. ദെൻ ലാസ്റ്റ് സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിയും. ദെൻ റൗണ്ട് 2 ചെയിൻ 1 ഇടുക. ദെൻ സിംഗിൾ ക്രോഷ് ഇൻ സെയിം സ്റ്റിച്ച്. ആ ചെയിൻ 1 ഇട്ട അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ് ഇടണം. ദെൻ ഇപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യണം. ദെൻ തൊട്ടിപ്പുറത്തെ 26 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് ചെയ്യണം. ഇപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ഇൻ ഈച്ച് ഓഫ് ദ നെക്സ്റ്റ് 5 സ്റ്റിച്ച്. 26 സിംഗിൾ ക്രോഷ് ഇട്ടതിന് ശേഷം 5 സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ 26 സിംഗിൾ ക്രോഷ് ചെയ്യുക. 26 സ്റ്റിച്ചിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്. ദെൻ 26 സിംഗിൾ ക്രോഷ് ചെയ്തതിന് ശേഷം ഇപ്പുറത്തുള്ള സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അപ്പോ ക്ലിപ്സ് ഒക്കെ വേഗം പോകും. നിങ്ങൾ മെയിൻ ആയിട്ടും ആ പാറ്റേൺ, ആ എഴുതിയിട്ടുള്ള ആ പാറ്റേൺ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ചെയ്യുന്ന രീതി അങ്ങനെ കംപ്ലീറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. പാറ്റേൺസ് പക്ഷെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ റൗണ്ട് 3 ചെയിൻ 1 ഇടാ. ദെൻ ചെയിൻ 1 ഇട്ടതിന് ശേഷം ഇപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യണം. അത് കഴിഞ്ഞ് 26 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക. ദെൻ ഇപ്പുറത്തെ സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്, തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്തതിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യുക 5 ടൈംസ്. 1 സിംഗിൾ ക്രോഷ്, ഇൻക്രീസ് സിംഗിൾ ക്രോഷ്, അങ്ങനെ പറഞ്ഞ് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ 26 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ് ചെയ്യുക. തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി 4th റൗണ്ട് ചെയ്യാം. ഫസ്റ്റ് ചെയിൻ 1 ഇടാം. ദെൻ ഇപ്പുറത്തെ 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്, തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് ചെയ്യുക. തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. തൊട്ടിപ്പുറത്തെ 26 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക. ദെൻ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. 1 ഹാഫ് ഡബിൾ ക്രോഷ്, ഇൻക്രീസ് ഹാഫ് ഡബിൾ ക്രോഷ്, 1 ഹാഫ് ഡബിൾ ക്രോഷ്, അങ്ങനെ പറഞ്ഞ് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. ദെൻ തൊട്ടിപ്പുറത്ത് 26 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക. തൊട്ടിപ്പുറത്തേൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. തൊട്ടിപ്പുറത്തേൽ സിംഗിൾ ക്രോഷ്, തൊട്ടിപ്പുറത്തേൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്, 2 സിംഗിൾ ക്രോഷ് ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 5 ചെയിൻ 1 2 സിംഗിൾ ക്രോഷ് ചെയ്യുക. ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. 30 സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ 6 ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക. ഇൻക്രീസ് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക. 6 ഹാഫ് ഡബിൾ ക്രോഷ്. ഈ 6 ഹാഫ് ഡബിൾ ക്രോഷ് എന്ന് പറയുന്നത് 6 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് ആട്ടോ. ദെൻ ഇൻക്രീസ് ഹാഫ് ഡബിൾ ക്രോഷ്. ദെൻ വീണ്ടും 6 ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ 30 സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ ഇൻക്രീസ് സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്, സ്ലിപ്പ് സ്റ്റിച്ച്. ഒരു സ്റ്റിച്ചിലും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് പറയുന്നത്. റൗണ്ട് 6 എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ കട്ട് ചെയ്യുക, 10 പുൾ ത്രൂ. ഓക്കെ, ലാസ്റ്റ് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് വീതമാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളുടെ സോളോ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഈ തൊട്ടിപ്പുറത്ത് കണ്ടിരുന്ന ഷൂ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളോട് ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ലെങ്ത് ആവാതിരിക്കാനാണ് ഞാൻ പരമാവധി പാറ്റേൺസ് മാത്രം കറക്റ്റ് ആക്കി ചെയ്യുന്നത്. ക്ലിപ്സ് കുറവാണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പാറ്റേൺസ് ഫോളോ ചെയ്താലാണ് സോളോ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആ 5 ടൈംസും ഒക്കെ വരുന്ന സ്റ്റിച്ചുകളില്ലേ, അത് എപ്പോഴും ഒരു സൈഡിന്റെ എൻഡ് ആയിരിക്കും. അപ്പോൾ അപ്പുറം സൈഡാണ് അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ദെൻ ഞാൻ എപ്പോഴും ബേബി ഷൂ ആണ് ചെയ്യാറ്. വലിയവരുടെ ചെരുപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ സോളോ മാത്രം ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഷൂ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ല, കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് പഴയ സോളോയിൽ തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത്.